അതുകൊണ്ട് അവനും അവളും പിരിയേണ്ട ഒരാവശ്യമേ. പ്രിയമുള്ളവരെ, സിമൻറ്റ് അതൊരു കെമിക്കലാണ്. ഒരുപാട് കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗത്തിലേക്ക് നമ്മിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ കമ്പിയാണ്, ഒരുപാട് പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് ആ കമ്പി നമ്മിലേക്ക് എത്തുന്നത്. ഇതുപോലുള്ള സിമൻറ്റ്, അതുപോലെ തന്നെ വാർക്കാൻ ഉപയോഗിക്കുന്ന കമ്പി, മെറ്റല്, അതുപോലെ തന്നെ മണൽ, വെള്ളം, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എല്ലാം കൂടിയിട്ടാകുമ്പോൾ അതൊരു കോൺക്രീറ്റായി മാറും, അല്ലെങ്കിൽ ഒരു പാറയായി മാറും. ഇത് എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള സാധനങ്ങൾ. സിമൻറ്റ് വ്യത്യസ്തമാണ്, കമ്പി മറ്റൊരു തരത്തിലാണ്, മെറ്റൽ വേറൊരു രീതിയാണ്, അതുപോലെ തന്നെ മണൽ വേറൊരു രീതിയാണ്, വെള്ളം മറ്റൊരു പദാർത്ഥമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ സാധനം നമ്മൾ വാർപ്പായിട്ട് അല്ലെങ്കിൽ ഒരു പാറയായിട്ട് മാറും. ഇവിടെ സിമൻറ്റ് പോലെ തന്നെ മറ്റലും മണലും വെള്ളവും ആകണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കതൊരു പാറയാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാകുമ്പോഴേ അങ്ങനെ മാറാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ളവരും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾ കൂടുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. ഒരാളുടെ സ്വഭാവമല്ല മറ്റൊരാൾക്ക്, ഒരാളുടെ ആറ്റിറ്റ്യൂഡല്ല മറ്റൊരാൾക്ക്. ഇങ്ങനെ പലതരത്തിലുള്ള ബിഹേവിയറുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു ഭാര്യ. ആ ഭാര്യ വ്യത്യസ്തമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട്, വേറൊരു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കാം. ഭർത്താവ് വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡും സ്വഭാവങ്ങളൊക്കെ വേറൊരു രീതിയായിരിക്കാം. ഇവ രണ്ടാളുടെയും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കൂടുമ്പോഴാണ് ഒരു പാറയായിട്ട് മാറുന്നത്, അത് ഉറക്കുന്നത്. അപ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാകുന്നത്. ഇനിയൊരു കുട്ടികൾ ഉണ്ടായാൽ തന്നെ ആ കുട്ടികളിൽ തന്നെ വ്യത്യസ്തമായ രീതി, നമ്മെപ്പോലെ കുട്ടികളായിക്കൊണ്ട്, ഇനി കുട്ടികളിൽ തന്നെ പല രീതിയിലുള്ള കുട്ടികളുണ്ടാവും. ഒരാൾക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ 3 തരത്തിലായിരിക്കും. അതുകൊണ്ടൊന്നും വ്യസനിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടൊന്നും ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താ? അവരൊക്കെയും വ്യത്യസ്തമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കും. ആ ഭക്ഷണത്തിൽ ചോറ് ഒരു രീതിയാണ്, കറി മറ്റൊരു രീതിയാണ്, ഉപ്പേരി വേറൊരു രീതിയാണ്, പപ്പടം, അച്ചാർ, ഇങ്ങനെ എന്ത് എടുത്താലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങൾ കൂടുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഒരേ രീതിയാണ്. ചോറ് കറി പോലെ ആകണമെന്ന് ചിന്തിച്ചാൽ ശരിയാവില്ലല്ലോ, കറി പോലെ ഉപ്പേരി ആകണമെന്ന് ചിന്തിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും നമ്മെപ്പോലെ ആകണമെന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും അങ്ങനെ ആയിത്തീരില്ല. അത് നമുക്ക് യോജിച്ചതുമല്ല. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമാണ്, മറ്റുള്ളവരും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ആളുകൾ തമ്മിലാണ് യോജിക്കേണ്ടത്. അങ്ങനെ യോജിക്കുമ്പോഴാണ് ഒരു പാറ പോലെ ഉറച്ച കുടുംബമാവുകയും. എൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരു സ്ത്രീയെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരു ഭാര്യയെ കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അതേ സ്വഭാവത്തിലുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ വിഷയത്തിൽ വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവ രീതികളായിരിക്കാം. അതുകൊണ്ട് ആപ്പിളിൻ്റെ അതേ രുചി പൈനാപ്പിൾ ഉണ്ടായിക്കണമെന്നില്ലല്ലോ. സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിരിയാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പിരിയേണ്ട ആവശ്യമില്ല. അവളുടെ സ്വഭാവം അവൾക്ക്, അവൻ്റെ സ്വഭാവം അവന്. അതുകൊണ്ട് അവനും അവളും പിരിയേണ്ട ഒരാവശ്യമേ ഇല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.